അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ഈ എയർപോർട്ടും ഫ്ലൈറ്റൊക്കെ ആകുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഒരു വീട്, ആ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ജോലിക്ക് പോകണ്, വൈകിട്ട് തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ സംഭവം കിളിപൂട്ടാണ്. ഒരു എയർ പോക്കറ്റ് വന്നു, ഒരു കാലാവസ്ഥ വ്യതിയാനം വന്നു, മറ്റാൾ പറയും ബെൽറ്റ് ഇട്ടോ. പിന്നെ ഒരു കുടുക്കും ഒരു കിലുക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം ഞെട്ടല്ലാവരും. പക്ഷെ അത്രയൊന്നുമില്ല. നമ്മളാകെ ആലോചിച്ചാൽ മതി. പൈലറ്റ്, എയറോസ്ട്രോമാർ, അവരുടെ ജീവിതം നമുക്ക് ഇതിനകത്തല്ലേ. വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഒന്നുകൂടി വീഡിയോ പകർത്താതെ ചെറുക് വിരിച്ച സുന്ദരി ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കണ്ടു നോക്ക്, വിവരം മനസ്സിലാവും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം തരും. ഗേറ്റ് നമ്പർ അങ്ങ് അറ്റത്താ. വേണമെങ്കിൽ നടക്കാം, മോർണിംഗ് വാക്കായി, അല്ലെങ്കിൽ ഇതിൽ കൂടെ പോവാം. ഇനി അതല്ലെങ്കിൽ വണ്ടി വിട്ട് വരുവരും. സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഒന്നിനൊരു കുറവില്ല. എല്ലാവർക്കും അവരവരുടെ ചോയ്സ് അനുസരിച്ച് ചെയ്ത് കൊടുക്കണതാണ് ഇവരുടെ ഡ്യൂട്ടി. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം കേട്ടോ. സുരേഷ് ഗോപി പറഞ്ഞു ഇതാ വന്നു, ഇതേ പോയി. ഗൾഫിൽ വന്ന് നിൽക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് കൊച്ചു ആവശ്യങ്ങളുള്ള കാരണം കൊണ്ട് തിരിച്ചു കയറാമെന്ന് വെച്ചു. പോണ വഴിക്ക് എയർപോർട്ട് റോഡും പരിസരങ്ങളൊക്കെ ഒന്ന് ഇടാം. 140 കിലോമീറ്റർ സ്പീഡുള്ള റോഡിൽ നിന്ന് മാണമിട്ട വഴി കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അത് 80, ഇത് കഴിഞ്ഞിപ്പോൾ 60. ചാലക്കുടി മേൽപ്പാലം പണിയാൻ 12 കൊല്ലം എടുത്തു. ഇത് പണിത് ആകെ 1.5 കൊല്ലം കൊണ്ടാണ് കംപ്ലീറ്റ് ഏരിയ. ഹോങ്കോങ്ങിൽ പോയാലും കാണാം അങ്ങനെ പാലങ്ങളുടെ ഒരു മേൽക്കൂരകൾ. ഇതൊരു എത്ര ടൈപ്പ് പാലങ്ങളാണ് വളഞ്ഞു തിരിഞ്ഞ് പോകണമെന്ന് വയ്ക്കാം. കൂടാണ്ട് നമ്മുടെ കേരളമാതിരി ഇവിടെ റെയിൽ വരുന്നുണ്ട്, UHH. എന്താ പരന്ത് ചിറക് വിരിച്ച മാതിരിയാണ് എയർപോർട്ട്. അത് കൊച്ചു പിള്ളേർ മറ്റേ ഗ്രാഫുള്ള പേപ്പറിൽ വരച്ച മാതിരിയുണ്ട്. ഇനി അബുദാബി എയർപോർട്ടിൻ്റെ ഫ്രണ്ട്സ് ആരും കണ്ടില്ല എന്ന് പറയരുത്. അതൊരു കഴുകനാന്ന് പറയുന്നുണ്ട്. ഇനി അതല്ല വേറെ എന്താന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ മരുഭൂമിയിൽ മണൽ ഒന്നുകൂടി കഴിഞ്ഞാൽ തിരമാലമാതിരി കിടക്കും, അതാന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഏരിയയിലേക്ക് പോകണമെങ്കിൽ അത് 1.5 കിലോമീറ്റർ ഒക്കെ നടക്കണം, 2 കിലോമീറ്റർ. ഇത് അതിശയോക്തിയല്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ച നടന്നതാണ്. കഴിഞ്ഞ ആഴ്ചയല്ല, അതിലേ ഞാൻ കണ്ടത്. പുതുപുത്തൻ എയർപോർട്ട് നീണ്ടുവരുന്ന ഇങ്ങനെ കിടക്കണത്. റോട്ടിലാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ കിട്ടില്ല. ഇതിൻ്റെ ഭംഗിയൊന്ന് മൂടി പിടിച്ചൊക്കെ നിർത്താം. ഒന്നുകൂടിയും അടുപ്പിച്ചെടുക്കുന്നുള്ള കേട്ടോ. അതിൻ്റെ ഗ്ലേസിങ് കേട്ടോ. ഇതൊക്കെ ജർമ്മനിക്ക് തുല്യം തന്നെ. ബാക്കി ഇനി പിന്നെയാവാം.